അപ്പോൾ ഹലോ ഗായ്സ്, സച്ചിൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വലിയ വീഡിയോ, ലോങ് വീഡിയോ ഒന്നുമല്ല, എന്നാൽ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ കിട്ടിട്ട്. അപ്പോൾ നമ്മൾ എന്താ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ വളർത്തുന്ന ഒരു പ്രാവിനെ കാണിച്ചു തരാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മളെന്തോ ഒരാഴ്ച എന്തോ ആയിട്ടോ അതിനെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ആ പ്രാവാകുന്നേ ഉള്ളൂ കേട്ടോ. ആകെ ഒരു ആൺപ്രാവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ജോഡി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ നമുക്ക് ഏതാ പ്രാവെന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രാവ് ഇതാണ് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ചന്തമായിട്ട് ആൾ നമ്മളുടെ അടുത്ത് അണഞ്ഞത് കൊണ്ട് എപ്പോഴും കൊത്താൻ വരും കേട്ടോ. അതാ അങ്ങനെ കൈ വിരൽ വയ്ക്കുമ്പോൾ തന്നെ ആൾ കൊത്താൻ വരികയാണ്. എന്നിട്ട് കുറുകിയിട്ട് അത് നമ്മുടെ പ്രാവ് ഇങ്ങനെ പരിചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊത്താൻ വരിക ചെയ്യുക. അല്ലാണ്ട് പരിചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊത്തോണ്ടിരിക്കുകയല്ല. പിന്നെ നമ്മളുടെ ഈ പ്രാവിൻ്റെയൊക്കെ എന്താ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പന്തയം അതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ജോഡിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിന് മുട്ടയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കൂടൊക്കെ ഇത് നമ്മളുടെ ശരിക്കും ലവ് ബേർഡ്സിൻ്റെ കൂടിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിലാണ് ഇതിനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് എൻ്റെ കയ്യിലിപ്പോൾ പെട്ടെന്നാണ് ഈ പ്രാവിന് എനിക്ക് തന്നത് ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളതിൽ ആകെ ലവ് ബേർഡ്സും ഉണ്ടായിരുന്നുള്ളൂ. ലവ് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പക്ഷേ ചത്തുപോയിട്ടോ. ഒരു കാരണവശാൽ. പിന്നെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു, അതും ചത്തുപോയി. ആകെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ പ്രാവും പിന്നെ മീനുകളും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രാവുണ്ട്. ആൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഇവിടെ കുറുകാൻ തുടങ്ങിയിരിക്കുന്നുണ്ടോ. ആൾ നമ്മുടെ വിരൽ കാണുമ്പോൾ നമ്മളെ കൊത്താൻ വരികയാണ് സംഭവം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഈ പ്രാവിൻ്റെ പേര് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ തൂള അങ്ങനത്തെ ഒരു പ്രാവല്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് ഫാൻറ്റസി. ഇത് നല്ല കാണും. ഇതിൻ്റെ ചന്തമായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഫ്രണ്ട് പറഞ്ഞത് ഇതിൻ്റെ പേര് ഫാൻറ്റസി എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇത് ആൺപ്രാവുണ്ട്. ഇനി ഇതിൻ്റെ പെണ്ണും കൂടി കിട്ടാം. ഇതിൻ്റെ ജോഡിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ജോഡിയും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു 3-4 ദിവസം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തും. പക്ഷെ അത് കഴിഞ്ഞാൽ അവർ അണങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം ഈ പ്രാവിൻ്റെ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളുടെ മീനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിത് ഇവിടെ കേട്ടോ ഒരു അക്വേറിയം മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളുടെ മീനുകൾ നമ്മൾ കുറേ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മീനിനെ കുറിച്ചിട്ട്. ഇതിവിടെ ഒരു ടേബിളാണ് കേട്ടോ. നമ്മൾ ബുക്കും ഇവിടെ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതിന് ബുക്ക് നമ്മൾ സ്കൂളിലത്തെ അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മീനുകൾ പറയുന്നത്. നല്ല കുറച്ച് അധികം മീനൊക്കെ ഉണ്ട്. പിന്നെ ഈ കല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തീറ്റ. നമ്മളൊരു ഇതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തീറ്റ. പിന്നെ ഇതാണ് നമ്മുടെ മീനുകളൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതിപ്പോൾ ഒക്കെ തന്നെ ഉള്ളൂ മീനൊക്കെ. ഇനി ഇപ്പോൾ പ്രത്യേകമായിട്ടൊന്നും വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ വളർത്തണമൊക്കെ ഉണ്ട്. പക്ഷേ കുറേ ഉണ്ടായിരുന്നു കഴിച്ച്. ഇപ്പോൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 4 മൃഗത്തിനേക്കും ഇവിടെ വളർത്തുന്നുണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ലവ് ബേർഡ്സായി, പിന്നെ കോഴി ഉണ്ടായിരുന്നു, മീൻ കുറേ ഉണ്ടായിരുന്നു, ഫൈറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഗപ്പി ഉണ്ടായിരുന്നു, പിന്നെ ഇതൊക്കെ മീനുകളിൽ പെടുന്നതാണ്. അപ്പം മീനുകളിത്, പിന്നെ ഒരു പക്ഷി ലവ് ബേർഡ്, പിന്നെ ഈ പ്രാവ്. ഇപ്പം ഞാൻ ഇനി തുടങ്ങാൻ പോകുന്നത് പ്രാവാണ് കേട്ടോ. കൂടുതലും ഈ പ്രാവുകളൊന്നും നല്ലത് കേട്ടോ. ആൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ കൊത്താൻ വേണ്ടി കേട്ടോ. അപ്പോൾ സമയമാകുമ്പോൾ മാത്രമേ നമ്മൾ ഈ വൈകുന്നേര സമയമാകുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടെ വെക്കാറുള്ളൂ കേട്ടോ ഈ പ്രാവിനെ. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കും കേട്ടോ. കാരണം ഇവിടെ നായ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. മതിലിന് ചാടിയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മളുടെ കൂടെ വരിക കേട്ടോ. നമ്മളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ ദിവസം ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നതാണ് ഈ പ്രാവിനെ കുറിച്ചൊക്കെ. ഇതിന് പിന്നെ ഇനി നമുക്ക് പ്രാവ് വളർത്താത്തവർക്ക് അറിയാത്ത കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ പ്രാവിനെ വളർത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നല്ല ട്രെയിനിങ് വേണം. നമ്മൾ ആണെങ്കിൽ അത്ര നേരമൊന്നും വേണ്ട, ഒരു ദിവസം മതിയാണെങ്കിൽ നമ്മൾ കൂടെ തന്നെ അതിൻ്റെ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ കുറുകാൻ തുടങ്ങും. ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ആ സൗണ്ട് ഉണ്ടാ അരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അണങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കഴിക്കാൻ കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല, കോറ, ഇങ്ങനെ അരിമണി, പച്ചപ്പട്ടാണി. നമ്മൾ ഈ പച്ചപ്പട്ടാണിയൊക്കെ കൊടുക്കും അതിന്. പക്ഷെ കൂടുതലും കൊടുക്കുന്നത് കോറയാണ് കേട്ടോ. കോറയും അരിമണിയാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ പ്രാവിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ പ്രാവിൻ്റെ വീഡിയോസിനായിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ്. ബൈ.